പരിശുദ്ധമായ ഖുർആൻ എടുത്ത് മറിച്ചു നോക്ക് സഹോദരാ, ചെറുപ്പക്കാരാ. ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു ബറക്കത്തിനെ പറ്റി പരാമർശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തം ദാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അല്ലാഹു പറഞ്ഞത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്നവൻ എത്ര അനുഗ്രഹീതനാണ്, എത്ര പരമോന്നതനാണ്. അനുഗ്രഹത്തിൽ പൂർണ്ണത എത്തിച്ചവനാണവൻ. റബ്ബിനെ കുറിച്ച് തന്നെ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തും. തബാറക, ബറക്കത്തുടയവനാണവൻ. ആരാണിത്? അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്മകളെ കുറിച്ച് 99 നാമങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു. സൂറത്തുർ റഹ്മാനിന്റെ അവസാന ഭാഗം ഖുർആനാണ്. വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി മുഴക്കാനോ ഒരു ഏഷണി പറയാനോ ഒരു ഫനായും ഫസാദും പറയാനോ ഒന്നും അല്ല. ഇവിടെ SKSFന്റെ മക്കള് ഈ സദസ്സ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ്, ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. تبارك اسم ربك ذي الجلال والإكرام. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ അവസാനത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ സ്വഹാബ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സ്വഹാബ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ 99 നാമങ്ങൾ മനഃപാഠമാക്കിയോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാ ഫദ്ഉഹു ബിഹാ. ആ 99 നാമങ്ങൾ മനഃപാഠമാക്കി വെച്ച് അല്ലാഹുവിനെ വിളിക്കണേ, വിളിക്കണേ. ഈ ബറക്കത്താക്കപ്പെട്ട നാമമാണെന്ന് നീ മനസ്സിലാക്കണേ. ഉന്നതനും മഹോന്നതനുമാകുന്ന റബ്ബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ്, എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ബറക്കത്തുള്ള നാമമാണ് ഈ നാമങ്ങൾ. തബാറക ഇസ്മു റബ്ബിക. നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ്, ബറക്കത്തുള്ള നാമമാണ്. ഖുർആൻ തന്നെ പറയാ ബറക്കത്താണ് നമ്മുടെ വിഷയം. ഈ 99 നാമങ്ങളും ബറക്കത്താണ്. അപ്പൊ അല്ലാഹു ബറക്കത്തുള്ള വ്യക്തിയാണ്, അവന്റെ നാമങ്ങളും ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ദുആ ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഈസാ നബിയേ, ഞങ്ങളുടെ സമൂഹത്തിൽ ഇതാ കുഷ്ഠരോഗം വ്യാപിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗം വ്യാപിച്ചു, എല്ലാവർക്കും പൊടുന്നനെ പിടികൂടുകയാണ്. എന്ത് ചെയ്യണം? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. നമ്മൾ ഇത് മജ്ലിസുൻ നൂറിന്റെ സദസ്സാണ്. ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സദസ്സാണ്. ബഹുമാനമില്ലാത്തവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ. അതാണ് ദീനിന്റെ ബേസിക്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. നിന്ദിച്ച എല്ലാവരെയും നിന്ദിക്കണം. ബഹുമാനിച്ച വസ്തുക്കളെയും ആദരിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹത്തുക്കളെ, അസ്ഹാബുൽ ബദരീങ്ങളെ, ഇമാമിങ്ങളെ, അഇമ്മത്തുകളെ, ഉലമാഇനെ, മുതിർന്നവരെ എല്ലാവരെയും ബഹുമാനിക്കണം. ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കണം. അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചവർ? ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങളിൽ 70,000 വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും. ഞാൻ അങ്ങോട്ട് വരാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ
യാ ഹയ്യു യാ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹ് ഇവർക്ക് രോഗം വേണ്ട റബ്ബേ ഇവരുടെ രോഗം പരിപൂർണമായി ശിഫയാക്കണേ അല്ലാഹ്. സയ്യിദുനാ ഈസ ദുആ ചെയ്ത് തീരേണ്ട താമസം സുബ്ഹാനല്ലാഹ് രോഗങ്ങൾ പരിപൂർണമായി ശിഫയായി എന്നാണ്. പരിപൂർണമായി ശിഫയായി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ്? യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുവിന്റെ നാമം 99 നാമങ്ങളിൽപ്പെട്ട നാമമാണ്. ഇനി വിളിച്ച വ്യക്തിയോ? ഈ വിളിച്ച ആരാണ്? ഈസാ നബി അലൈഹി സ്വലാം. ഇതൊരു സാധാരണ വ്യക്തിയല്ല, മുബാറക്കൻ ബറക്കത്തുള്ള വ്യക്തിയാണ്. അത് വെറുതെ പറയല്ല. ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. എല്ലാം നമുക്ക് തെളിവ് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്ത് വഔസാനി ബിസ്സലാത്തി വസ്സകാത്ത് മാ ദുംതു ഹയ്യാ. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച 4 കുട്ടികളിൽ പ്രമുഖനാണ് സയ്യിദുനാ ഈസാ. തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കവേ സംസാരിച്ചവർ എത്ര പേര്? 4. അതിലെ ഒരാളാണ് സയ്യിദുനാ ഈസാ. അദ്ദേഹത്തോട് ഉമ്മയെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു. സൂറത്തു മറിയം. ഖുർആൻ നോക്കണതൊക്കെ ഖുർആൻ വല്ലപ്പോഴും ഓതിയല്ലേ മനസ്സിലാക്കൂ. ഖുർആനിൽ അല്ലാഹ് പറയാണ് എന്ത്? ഖാല ഇന്നി അബ്ദുല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് പറഞ്ഞവത്രേ, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, എനിക്കിതാ റബ്ബ് അടുത്തിടെ തന്നെ കിതാബ് നൽകുകയാണ്. വജഅലനി നബിയ്യാ, എന്നെ അവൻ പ്രവാചകനുമാക്കി നിയോഗിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വജഅലനി മുബാറക വജഅലനി മുബാറക ഐനമാ കുന്തു, ഞാൻ എവിടായിരുന്നാലും ബറക്കത്താണ്. ഞാൻ തൊട്ടാൽ ബറക്കത്താണ്, ഞാൻ പിടിച്ചാൽ ബറക്കത്താണ്. വഉബ്രിഉൽ അക്മഹ വല്ലബറസ ബിഇദ്നില്ലാഹ്. കുഷ്ഠരോഗമുള്ളവരെ, പാണ്ട് ബാധിച്ചവരെ അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി ഞാൻ ശിഫപ്പെടുത്തുമായിരുന്നു എന്ന് ഈസാ നബിയുടെ കഴിവിനെ പറ്റി വിശുദ്ധമായ ഖുർആൻ. വൗഹിൽ മൗതാ ബറക്കത്തുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ വെക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് റജബിലെ ശഅബാനിൽ. ബറക്കത്ത് കിട്ടി ഉടം വരെ എത്തി. കുഷ്ഠരോഗം പാണ്ഡുരോഗം ഉള്ളവനൊക്കെ തൊട്ടാൽ മതി, യാ അല്ലാഹ് ശിഫയാകുക. ആ ചരിത്രം നേരത്തെ പറഞ്ഞത് 70,000 ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരൊറ്റ ദുആ, ബറക്കത്താക്കപ്പെട്ടതായ വ്യക്തി ബറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോൾ 70,000-ഓളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം അല്ലാഹു പരിപൂർണമായി ശിഫ നൽകി. അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും, അദ്ദേഹം സ്പർശിക്കുമ്പോ പാണ്ഡുരോഗം ശിഫപ്പെടും. സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളൊക്കെ ശിഫ. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളെ പറ്റി വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട്, നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യഗണങ്ങളെ പറ്റി. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യഗണങ്ങളാണ് ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു.
അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, ഷഹീദായ വ്യക്തി. അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത്? സൂറത്ത് യാസീനിൽ. ഓതുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ. മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബറക്കത്താക്കപ്പെട്ട ആളുകൾ. ആ ബുത്റസ് റളിയല്ലാഹു അൻഹു അത്താർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ചെന്ന് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായം ചെന്ന മനുഷ്യന്റേതാകുന്ന മകൻ, 24 വയസ്സുള്ളതാകുന്ന മകൻ, അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരെ ഇങ്ങനെ ഒന്ന് തടവിയപ്പോ ജനിച്ചിട്ട് ഇന്ന് വരെ എഴുന്നേറ്റ് നിൽക്കാത്ത, കൈകാലുകൾ ചലനമറ്റ് കിടക്കുന്നതാകുന്ന ആ മകൻ എഴുന്നേറ്റിരുന്നിട്ട് വാപ്പാ ഉമ്മ എന്ന് വിളിച്ചു എന്ന ചരിത്രം. നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി ചരിത്രമാണ്. അവരൊറ്റ കാരണം കൊണ്ടാണ് വാപ്പയായ ഹബീബുൻ നജ്ജാർ എന്ന മനുഷ്യൻ ഇസ്ലാം മതം പുൽകിയത്. അവരെ കൊണ്ട് വിശ്വസിച്ചത് ഈസാ നബിയുടെ അനുയായികളാകുന്ന ബുത്റസ് റളിയല്ലാഹു അൻഹുവും മത്താർ റളിയല്ലാഹു അൻഹുവും കറാമത്ത് വെളിവായി. അവര് തടവിയപ്പോ ശിഫപ്പെട്ടു. അംഗവൈകല്യം ഉണ്ടായിരുന്നു, മാറി, എഴുന്നേറ്റിക്കാൻ തുടങ്ങി. അതാണ് മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും. അപ്പൊ ഈസാ നബിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു. അവര് പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. വലിയ ചരിത്ര, നല്ല രസകരമായ ചരിത്രമാണ്. ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, ആവർത്തനം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാത്രമല്ല, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം. യാസീൻ പറഞ്ഞ ചരിത്രം നമ്മളത് കേട്ടു നോക്കാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല ചരിത്രങ്ങളാണ്. നമ്മളിപ്പോ ഈ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കാം. റമദാനിന്റെ മുമ്പായിട്ട് വാളുകൾ കേൾക്കുക, ദീൻ പഠിക്കുക, ഖുർആനും ഹദീസ് ഇങ്ങനെ കേൾക്കുക. അപ്പൊ ഹൃദയം ഇങ്ങനെ തെളിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും. മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. ദീനിലേക്ക് അടുക്കൽ, ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറയാ, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ബറക്കത്താൻ, എവിടെയായിരുന്നാലും ബറക്കത്ത്. അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി, എഴുന്നേക്കാൻ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഉടുപ്പ് തന്നെ അവർ എഴുന്നേക്കും. ഖുർആനാണിത്. വഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്. അല്ലാഹ് കൊടുത്ത കഴിവാണ്. ആ കഴിവ് കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ബറക്കത്തായ മനുഷ്യൻ, ബഹുമാനപ്പെട്ടവർ തൊടുമ്പോ ജീവൻ വെക്കും. ജീവനില്ലാത്ത ആൾ, മരിച്ചു കിടക്കുന്ന ആളുകൾ, അങ്ങനെ ജീവൻ കൊടുത്തു. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഇതൊക്കെ ഖുർആനിലുള്ള സംഭവങ്ങളാണ്, മനസ്സിലാക്കണം. ബറക്കത്ത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, നിസ്സാര കാര്യമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉമൈർ റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോ കൂരാകൂരിട്ടാണ്, വെളിച്ചമില്ല. ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഇശാ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ. ദീനിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട്, നല്ല ഇരുട്ടായി. വീട്ടിൽ പോണം, നല്ല കൂരാകൂരിട്ട്. ഉമൈർ വസയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. മജ്ലിസുന്നൂറിന്റെ ഈ സദസ്സിൽ നമ്മൾ അവരെ അനുസ്മരിക്കണം. ഉമൈർ റളിയല്ലാഹു തആല അൻഹു ബദരീങ്ങൾ ആരാണ് മനസ്സിലാക്കിയ ഒരു ചരിത്രം കേട്ടോ. ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഉടനെ വലത് കൈ ഇങ്ങനെ ഉയർത്തിയെന്നാണ്. നോക്കുമ്പോ കൈ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിച്ചു. ആ പ്രകാശത്താൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്നു നീങ്ങി. വീടെത്തി. ഇത് കൂട്ടുകാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. എല്ലാവരും വലിയ ശബ്ദമുയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി, ഇതെങ്ങനെ സാധിക്കുന്നു? ഇതെങ്ങനെ സാധിച്ചു? എങ്ങനെ നിങ്ങളുടെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത്? കൈ ട്യൂബിലേറ്റ് പോലെ വല്ലാത്തൊരു സംഭവം. വല്ല ഇനി മന്ത്രമല്ല ആണോ, മായാജാലമാണോ? ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു തആല അൻഹു സത്യം വെളിപ്പെടുത്തുകയാണ്. മാ മസിസ്തു ബിയമീനി ദക്കരി منذ أني بايعت النبي صلى الله عليه وسلم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ. നബിയെ തങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം.
അശ്ലീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ കൊണ്ടുപോകുകയില്ല റസൂലേ. പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് റസൂലുള്ളാഹിക്ക് വാഗ്ദാനം ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തതിനു ശേഷം ശറഫാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിനു ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല. കാരണം അതൊരു ബറക്കത്തുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയത്തിൽ സ്പർശിച്ചിട്ടില്ല. അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത്, ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് വസയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകന്റെ കരം സ്പർശിച്ചതായ കാരണത്താലാണ്. ആരായി ആദരവായ റസൂൽ? ബറക്കത്തുള്ള മനുഷ്യനാണ്. മനസ്സിലാക്കണം നമ്മൾ ഈ മഹാന്മാരുടെ വലിയ ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ കൈക്കൊക്കെ പോയി പിടിക്കുന്നതിന് അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. അല്ലാതെ മാറിയൊന്നും നീ തൊടാൻ അർഹനല്ല, അതാ മനസ്സിലായിക്കോളും. ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്ത വലിയ മാറി. ഇപ്പൊ കൊറോണ ഒക്കെ ആയിട്ട് സൂക്ഷ്മത വെക്കുന്നത് അത് വെക്കുക, അതല്ല ഞാൻ പറഞ്ഞു. അല്ലാതെ നമ്മളിങ്ങനെ വലിയ അയിത്തം കാണിച്ച് നിൽക്കണ്ട. അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചിലർക്ക് ചില അലർജി പോലെ വലിയ ആലിമ്യങ്ങളെ കാണുമ്പോൾ സമുന്നതരായ പണ്ഡിതരെ കൈപിടിച്ച് മുത്തുന്നു. ബറക്കത്തെടുക്കാണത്, ബറക്കത്തെടുക്കാൻ ഇതിനൊരു അസിലുണ്ട്. റസൂലുള്ളാഹിയെ തൊട്ട കയ്യ, അതിനുശേഷം വന്നതാകുന്ന സ്വഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാ. അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വമാണ്. മനസ്സിലാക്കണം, നമ്മൾ ഭയങ്കര ബറക്കത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മസമരങ്ങൾ, ദീനിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു. ഹദീസ് ഉണ്ടല്ലോ, ഞാൻ വെറുതെ പറയല്ല, ആയത്തും ഹദീസും തെളിവുണ്ട്. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാൽ സയഅതി സമാനുൻ അലാ ഉമ്മതി യഗ്സൂ ഫിആമുൻ മിനൻ നാസ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുമ്പോ ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടുമത്രേ, ഫീകും മൻ റആ റസൂലല്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോ ആ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന മുഅ്മിനീങ്ങൾ വിളിച്ചു പറയും, നഅം, ഉണ്ട് സ്വഹാബ, ഉണ്ട് സ്വഹാബ, ഉണ്ട് എന്ന് ജനങ്ങൾ വിളിച്ചു പറയും. ഫയുഫ്തഹു ലഹും, അത് കാരണമായി, ആ സ്വഹാബത്തിന്റെ ബറക്കത്ത് കാരണമായി അവർ യുദ്ധത്തിൽ വിജയിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ثم يغضو فئام من الناس. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വീണ്ടും ഒരു കാലഘട്ടം വരും, മുസ്ലിമീങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുമ്പോ ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടുകയാണ്, അഫീകും മൻ റആ മൻ സഹിബ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ, അഥവാ താബിഈങ്ങളുണ്ടോ എന്ന് ചോദിക്കപ്പെടുകയാണ്. ഫയഖൂലൂൻ, പറയപ്പെടുകയാണ്, നഅം, ഉണ്ട്, ഉണ്ട് എന്ന് പറയപ്പെടുമ്പോ ഫയുഫ്തഹു ലഹും, അവർക്കും വിജയമുണ്ടാവുകയാ. ആ സ്വഹാബത്തിനെ കണ്ടതായ, അവരോട് സഹവസിച്ചതായ, ബറക്കത്തെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പിന്നീടും യുദ്ധം നടക്കുമോ സഹാബ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടും. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അഫീകും മൻ റആ മൻ സഹിബ റസൂലല്ലാഹ്.
നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് സഹവസിച്ചവരുണ്ടോ? അഥവാ തബഉ താബീങ്ങളുണ്ടോ? സ്വഹാബത്തിന് ശേഷം വന്ന താബിയൽക്ക് ശേഷം വന്നതായ ആളുകളുണ്ടോ? ഫയഖൂലൂൻ, അവർ വിളിച്ചു പറയുകയാണ്, ഉണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടതായ ആളുകളെ സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമ്പോ ഫയുഫ്തഹു ലഹും, അവർക്കും ആ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും, അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട സഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് യുദ്ധം വിജയിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട സഹാബത്തിനെ കണ്ടവരല്ല, ആ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും. ഇങ്ങനെ 3 തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമരങ്ങളിൽ വിജയം മുഴക്കും. എന്ത് കാരണമായി? ബറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രവാചകന്മാരെല്ലാം ബറക്കത്തുള്ളവരാണ്, സംശയിക്കേണ്ട കാര്യമില്ല. പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാബത്തിന്റെ കാര്യം പറഞ്ഞത്, ബദരീങ്ങളുടെ കാര്യം പറഞ്ഞത്, ബദറിൽപ്പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അതിനുശേഷം വന്ന താബിയങ്ങളുടെ കാര്യം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അവരൊക്കെ ദുആ ചെയ്ത് തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കുമ്പോൾ അവിടെ ബറക്കത്ത് ഉണ്ടാകണമെന്ന് ദുആ ഇറക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. وقل رب أنزلني منزلا مباركا وأنت خير المنزلين ദുആ ചെയ്യുന്നത് തന്നെ അല്ലാഹ് ബറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ നീ താമസിപ്പിക്കണേ, ഞങ്ങളുടെ സങ്കേതം, ഞങ്ങളുടെ വീടെല്ലാം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. റബ്ബി അൻസിൽനി മുൻസലം മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. ബറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ നീ ഇറക്ക്. ഞങ്ങളെ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ? ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം? ബറക്കത്തുള്ളതാക്കണം. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ ബറക്കത്തുണ്ടാവണം. അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു പ്രവാചകന്മാരുടെ ദുആ. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ദുആ ചെയ്യണം, ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ വീട്ടിൽ ഓതണം. ഒന്ന്, വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ബറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ. അതിന് ഒന്നാമത്തെ ഘടകമാണ് ബറക്കത്താക്കപ്പെട്ട ഖുർആൻ നമ്മുടെ വീട്ടിൽ ഓതണം. അതിന് ഖുർആൻ ബറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുർആനിൽ തന്നെ ഉണ്ട്. അടുത്ത وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. ഇത് പരിശുദ്ധമായ ഖുർആനാണ്. മുബാറകുൻ, ഇത് ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ്, മഹത്തരമായ ഗ്രന്ഥമാണ്, ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ്. ഫത്തബിഊ, നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണേ. വത്തഖൂ, നിങ്ങൾ തഖ്വ വെച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ. ലഅല്ലകും തുർഹമൂൻ, എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർച്ചയായും അല്ലാഹു കരുണ ചൊരിയും. അങ്ങനെയാണ് ഖുർആനിൽ ലഅല്ല എന്ന പദപ്രയോഗം വന്നാൽ അവിടെ തറജിക്ക് വേണ്ടിയല്ല, പ്രതീക്ഷ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം, അങ്ങനെയല്ല അർത്ഥം പറയുന്നത്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിയിൽ രേഖപ്പെടുത്തുന്നു, നിദാന ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു, തീർച്ചയായും കാരുണ്യം അല്ലാഹു നൽകും. അങ്ങനെയാണ് അർത്ഥം. അങ്ങനെയാണല്ലോ. ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല.
ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലാഹു കരുണ ചൊരിയും. ഉറപ്പാണ്, ലിത്തഹ്ദീഖി, ഉറപ്പായിട്ടും അത് കിട്ടുമെന്നാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖുർആനിനെ പറ്റി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു തന്നെ പറയുന്നത് വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, ഇത് ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം എന്നാ പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടുവരികയാണ്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ ബറക്കത്തുള്ള ആളാണ്. അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് ബറക്കത്തുള്ള നാമങ്ങളാണ്. അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ ബറക്കത്തുള്ളവരാണ്. ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണമെന്ന് ദുആ ചെയ്തു, ബറക്കത്തുണ്ടാകണേ എന്ന് ദുആ ചെയ്തു. ഞങ്ങളെ എവിടെ ഇറക്കിയാലും അവിടെ ബറക്കത്ത് വേണമെന്ന് ദുആ ചെയ്തു. അങ്ങനെ ബറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഈ ഖുർആൻ അങ്ങ് ഓതിയാൽ മതി, വീട്ടിൽ ബറക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഔസിനി ഔസിനി, എനിക്കൊരു ഉപദേശം നൽകണേ, വസിയത്ത് നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്, അലൈക അലൈക ബിതഖ്വല്ലാഹി ഫഇന്നഹാ റഉസു അംരിക. അല്ലാഹുവിനെ സൂക്ഷ്മത വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ, തഖ്വ വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. എല്ലാ കാര്യങ്ങൾക്കും അപ്പോസ്തലനതാണ്, എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ്. എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായ നന്മയിലേക്ക് മുന്നേറണേ, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല. ബഹുമാനപ്പെട്ടവരോട് തഖ്വ റസൂലുള്ള വസിയത്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും അധികരിപ്പിച്ചു കൂടി പറയണേ, കുറച്ചുകൂടി വസിയത്ത് നൽകണേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ. ഫഇന്നഹാ നൂറുൻ ലക ഫിസ് സമാവാത് വനൂറുൻ ലക ഫിൽ അർദ്, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം, പ്രകാശത്തിൻ്റെതാകുന്ന പ്രോജ്വലപ്രഭ കൊണ്ട് അല്ലാഹു നിന്നെ മൂടുമേ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്താലെന്ന് ഹബീബ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല. ബഹുമാനപ്പെട്ടവരോട് തഖ്വ റസൂലുള്ള വസിയത്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും അധികരിപ്പിച്ചു കൂടി പറയണേ, കുറച്ചുകൂടി വസിയത്ത് നൽകണേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ. ഫഇന്നഹാ നൂറുൻ ലക ഫിസ് സമാവാത് വനൂറുൻ ലക ഫിൽ അർദ്, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം, പ്രകാശത്തിൻ്റെതാകുന്ന പ്രോജ്വലപ്രഭ കൊണ്ട് അല്ലാഹു നിന്നെ മൂടുമേ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്താലെന്ന് ഹബീബ്